കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ കോൺസെൻട്രിക് വിത്ത് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 8y മൈനസ് c ഈക്വൽ ടു 0. എന്താണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മളൊരു സർക്കിൾ വരച്ചു, അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ സെന്റർ O കൊടുത്തു. ഈ സർക്കിളിന് തന്നെ റേഡിയസ് വ്യത്യാസപ്പെട്ടുകൊണ്ട് നമ്മൾ അനദർ സർക്കിൾ വരയ്ക്കുക, വീണ്ടും അതിനകത്ത് സർക്കിൾ വരയ്ക്കുക. അപ്പൊ എത്ര സർക്കിൾ വരച്ചാലും അതിന്റെ എല്ലാം സെന്റർ സെയിം ആയ സർക്കിളിനെയാണ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ നമ്മൾ കണ്ടുപിടിക്കണം. സെന്റർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ അവിടെ തന്നേക്കണേ? ഒരു ജനറൽ സർക്കിൾ ആണ് തന്നേക്കണേ. -6x മൈനസ് 8y മൈനസ് c ഈക്വൽ ടു 0. അപ്പൊ നമ്മളിത് ജനറൽ സർക്കിളിൽ നിന്ന് എന്താണ് സെന്ററും റേഡിയസും കണ്ടുപിടിക്കണം. ഇപ്പൊ ജനറൽ സർക്കിളിന്റെ ജനറൽ ഫോർമുല അപ്പൊ തന്നെ താഴെ എഴുതാം. എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. ഏതൊരു ക്വസ്റ്റ്യൻ ഈ ഒരു മോഡലിൽ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ എന്താ ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എഴുതണം. ഏതാണ്? എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. എസ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഇനി നമ്മൾ ഇതൊന്ന് കമ്പയർ ചെയ്യണം. ഇത് 2 എസ് സ്ക്വയർ ആണ്, ഇത് 2 വൈ സ്ക്വയർ ആണ്. ഇവിടെ ഈ രണ്ടിനകത്തും ഈ എസ് സ്ക്വയറിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്നാ വരും മക്കളെ? 2gx എന്ന് പറയുന്നത് മൈനസ് 6x വരും. അപ്പൊ ഇവിടെ നോക്കാം, ഈ എക്സും വെട്ടി പോകും. അപ്പൊ നമുക്ക് 2g ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 6 വരും. അതിനകത്ത് നമുക്ക് ജി കണ്ടുപിടിക്കാം. ജി എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ആയി. ഇപ്പൊ എന്താ ചെയ്തത്? നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജനറൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എഴുതും. അതെന്താണ്? എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ എസ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെയും കോഎഫിഷ്യന്റ് എപ്പോഴും ഒരു 1 ആക്കണം, സെയിം ആക്കണം. അതായത് 1 ആണ് സെയിം വേണ്ടത്. അപ്പൊ ഇവിടെ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ വൈ സ്ക്വയർ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെയും സെയിം ആണ്. ഇനി നമുക്ക് എക്സിന്റെ ടേംസ് തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 2gx എന്തിനോട് ഈക്വൽ ആണ്? -6x. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ ടേം തന്നെ അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എക്സും വെട്ടി പോകുമല്ലോ. അപ്പൊ 2g ഈക്വൽ ടു -6, g നമുക്ക് കിട്ടി -3 കിട്ടി. ഇനി അതേപോലെ നമ്മൾ വൈയുടെ കോഎഫിഷ്യന്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അത് നമുക്ക് അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2fy അങ്ങ് എഴുതിയാൽ മതി. കോഎഫിഷ്യന്റ് എഴുതുന്നില്ല, വൈയുടെ ടേം തമ്മിൽ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഈ വൈയും വെട്ടിപ്പോയി. അപ്പൊ നമുക്ക് ഇവിടെ എന്നാ കിട്ടും? 2f ഈക്വൽ ടു -8 കിട്ടും. അങ്ങനെയാണ് എഫ് എത്രയാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -8/2 വരും, -4 വരും. അപ്പൊ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചേക്കണേ? -g ആൻഡ് -f. സെന്ററിന്റെ ഫോർമുല മറന്നു പോരുത്. -g ആൻഡ് -f. ഇവിടെ കിട്ടിയേക്കണ -3 ആണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ കൊടുത്താൽ മതി. അപ്പൊ 3 വരും. ഇവിടെ -4 ആണ്, അതിന്റെ ഓപ്പോസിറ്റ് കൊടുക്കുക 3, 4. അപ്പൊ നമുക്ക് സെന്റർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 3ഉം 4ഉം. ഇവിടെ സെന്റർ -g -f. അപ്പൊ ഇവിടെ എന്താണോ കിട്ടിയേക്കണേ അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കുക, 3 കൊടുക്കുക. ഇവിടെ -4 ആണ്, 4 കൊടുക്കുക. സെന്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3, 4 ആയി. ഇനി പാസ് ചെയ്യണ പോയിന്റ് എവിടെ കൂടി സർക്കിൾ പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ -1ഉം -2 ആണ്. അപ്പൊ നമ്മൾ സർക്കിളിന്റെ സെന്റർ 3, 4. അപ്പൊ അത് പാസ് ചെയ്യണ പോയിന്റ് -1ഉം -2. അപ്പൊ ഇത് വെച്ച് വേണം നമ്മൾ റേഡിയസ് എഴുതാനായിട്ട്. അപ്പൊ നമ്മുടെ റേഡിയസ് r എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഡിസ്റ്റൻസ് എങ്ങനെ വരും? x1 മൈനസ് s2 the whole square plus y1 minus y2 the whole square വരും. അപ്പൊ അവിടെ നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കണം. അപ്പൊ ആ കോർഡിനേറ്റ് ഒന്നുകൂടി എടുത്ത് എഴുതാം. 3, 4 എഴുതി അതിന് നമ്മൾ മുകളിൽ x1 y1 കൊടുക്കണം. സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഏതാ മക്കളെ കിട്ടിയേക്കണേ? -1ഉം -2. എപ്പം നമ്മൾ ഇക്വേഷൻ എഴുതിയാലും അതിന്റെ മുകളിൽ നമ്മൾ ഈ പേരൊന്നങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോയി എഴുതുമ്പോൾ കേട്ടോ. അപ്പൊ s2 y2 ആയി. അപ്പൊ കോർഡിനേറ്റിന് പേര് കൊടുത്തു, നമ്മൾ അവിടെ എഴുതി. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുലയിലേക്ക് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു √x1 മൈനസ് s2. അപ്പൊ 3 മൈനസ് എഴുതണം, എന്നിട്ട് നിങ്ങൾ നമ്പറിലേക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ 2 മൈനസ് എഴുതത്തില്ല. ഇവിടെ ഏതാണ്? -1 അല്ലേ? അപ്പൊ -1 the whole square കൊടുത്തു പ്ലസ്. ഇനി രണ്ടാമത്തെ ഏതാണ്? 4 ആണ്. 4 മൈനസ്, രണ്ടാമത് മൈനസ് ഉണ്ട്, അപ്പൊ മറന്നു പോരുത്. ഒരു മൈനസ് എഴുതിയിട്ട് വേണം രണ്ടാമത്തെ നമ്പർ മൈനസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അറിയാതെ ഒരു മൈനസ് എഴുതുള്ളൂ, അപ്പൊ തന്നെ ആൻസർ തെറ്റും. അപ്പൊ നമ്മുടെ ആൻസർ എന്നായി നോക്കിയാൽ 3 മൈനസും കൂടെ വരുമ്പോൾ +1 ആവില്ലേ? അപ്പൊ 3 + 1 the whole square ആയി.
ഇത് മൈനസും മൈനസും കൂടെ വരുമ്പോൾ പ്ലസ് ആവില്ലേ? അപ്പോൾ 4 + 2 ദ ഹോൾ സ്ക്വയർ ആയി. ഇനി നമ്മൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വാല്യൂ നോക്കിയാൽ 3 + 1 എന്താ 4. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ. ഇത് 4 + 2 എന്താ 6. 6ന്റെ സ്ക്വയർ വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 4 16 വരും. 6 6 36 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു √52 വരും. അപ്പോൾ നമ്മുടെ എന്തായി നോക്കിയേ, റേഡിയസ് ആയി കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി ഇക്വേഷൻ ഓഫ് എ സർക്കിളിലേക്ക് കൊടുക്കണം. എന്താ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ 3 4 ആണ്, റേഡിയസ് 6 √52 ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അപ്പോൾ സെൻറ്റർ റേഡിയസ് തന്നാൽ നമ്മുടെ ഇക്വേഷൻ എന്നാ? x - h ദ ഹോൾ സ്ക്വയർ y - k ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കണം. ഇത് h, ഇത് k ആണ്. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ എന്നാ വരും? x - 3 ദ ഹോൾ സ്ക്വയർ y - 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു √52 ദ ഹോൾ സ്ക്വയർ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ജനറൽ ഫോർമുല ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എക്സ് മൈനസ് എച്ചിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്തു, y മൈനസ് കെയുടെ സ്ഥാനത്ത് 4 കൊടുത്തു, ഈക്വൽ ടു r എന്ന് പറയുന്നത് √52 കൊടുത്തു. അപ്പോൾ √52 ഹോൾ സ്ക്വയർ ആയി. അപ്പോൾ നമ്മുടെ ഇക്വേഷനായി. 7th ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പാർട്ടാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആൻഡ് ഫോക്കസ് ഓഫ് എ പരാബോള. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതിൻ്റെ ഒരു ഓർഡർ ഒന്ന് മാറ്റി തന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്നാ മക്കളെ? 4s² + y ഈക്വൽ ടു 0 ആണ്. നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? s². നമ്മുടെ ഫോർമുല വരുമ്പോൾ എല്ലാം y² ഈക്വൽ ടു 4as, x² ഈക്വൽ ടു അങ്ങനെയാണ് പഠിച്ചേക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിന് നമ്മൾ s² ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 4s² ഈക്വൽ ടു -y വരും. അതായത് ഈ വൈയുടെ ടൈമിനെ നമ്മൾ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ 4s² - y കിട്ടും. ഇനി s² ഈക്വൽ ടു നമുക്ക് എന്നാ വരും? -1/4y എന്ന് വരും. കാരണം ഈ 4ന് നേരെ നമ്മൾ ഇക്വേഷൻ താഴേക്ക് വിട്ടു. അപ്പം നമ്മുടെ ആൻസർ എന്തായി? s² ഈക്വൽ ടു -1/4y ആണ്. ഇനി നമ്മൾ ജനറൽ പരാബോളയായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. s² ഈക്വൽ ടു -1/4y എന്ന് പറഞ്ഞാൽ ഏതാണ്? s² തുടങ്ങണം, നെഗറ്റീവ് എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4ay ആണ് നമ്മുടെ ഒറിജിനൽ പരാബോള. കാരണം s² ഈക്വൽ ടു -4ay എന്ന് പറഞ്ഞ പരാബോള നേരെ എങ്ങോട്ടിരിക്കും? അതായത് എക്സ് ആക്സിസിന് താഴേക്കായിരിക്കും നമ്മുടെ പരാബോള വരുന്നത്. നെഗറ്റീവ് പരാബോളയാണ്. അപ്പോൾ നമ്മുടെ പരാബോള എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഫോക്കസ് ഇവിടെ വരും, ഇവിടെ നമ്മൾ വെർട്ടെക്സ് വരും, ഇത് നമ്മൾ വരുന്നതാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ജനറൽ ഫോർമുലയായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ലെഫ്റ്റും ഈക്വൽ ആണ്. ഇനി നമ്മൾ റൈറ്റും ഇക്വേറ്റ് ചെയ്ത് എയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും മക്കളെ? ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാലോ. അപ്പം -1/4y എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു -4ay വരും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഒന്ന് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഈ വൈയും വെട്ടിപ്പോയി, ഈ നെഗറ്റീവും വെട്ടിപ്പോയി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/4 ഈക്വൽ ടു 4a ആയി. ഓക്കെ. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ അവിടെ നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ടുപിടിക്കേണ്ട എ അവിടെ നിർത്തി. അപ്പം ഈ 4 നേരെ താഴേക്ക് പോകും. അപ്പോൾ 1/16 വരും. അപ്പം നമ്മൾ ഏതൊരു പരാബോള കണ്ടാലും കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാണ് ജനറൽ പരാബോള എഴുതുക, അത് കമ്പയർ ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് നിന്ന് എ കണ്ടുപിടിക്കുക. അപ്പം നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പായി. ഇനി നമ്മളോട് ചോദിച്ചേക്കണൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഡയറക്ട്രിക്സും ഫോക്കസും ആണ് നമ്മളോട് ചോദിച്ചേക്കണേ അല്ലേ? ഇനി നമ്മൾ ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പരാബോള ഇങ്ങോട്ടാണ് കിടക്കണമെങ്കിൽ ആ പരാബോളയ്ക്ക് അകത്ത് കിടക്കുന്നതാണ് ഫോക്കൈ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ വൈയുടെ കൂടെ ആരാ നമ്മൾ പഠിച്ചിട്ടുണ്ട്? വെറുതെ കാണാപ്പാടം പഠിക്കുകയേ വേണ്ട, ഈ ജനറൽ പരാബോള വെച്ച് നമുക്ക് എല്ലാം എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ ഏതാണ്? വൈയുടെ കൂടെയാണ് ആരെങ്ങനെ നോക്കണം? വൈയുടെ കൂടെ ആരാ കിടക്കണേ? എ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഫോക്കസ് എഴുതുമ്പോൾ വൈയുടെ സ്ഥാനത്ത് എ കൊടുക്കും. ഇനി എക്ക് പകരം അവിടെ വെറും എ ആണോ? മൈനസ് അല്ലേ? അപ്പം -a. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് അപ്പോൾ എന്ത് എഴുതും? 0. അപ്പോൾ നമ്മൾ ജനറൽ പരാബോളയുടെ L1 വീഡിയോസിനകത്ത് എല്ലാ പരാബോളയുടെയും പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി ഒന്ന് പഠിക്കണം. കാരണം s² - 4ay എന്ന് പറഞ്ഞാൽ പരാബോളയ്ക്കകത്ത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ വരുമ്പോൾ വൈയുടെ കൂടെ ആരാണ് കിടക്കണം നോക്കണം. അപ്പോൾ വൈയുടെ സ്ഥാനത്ത് ഏതാണോ വരുന്നത് ഈ 4 നോക്കരുത്. അപ്പം -a ആണെങ്കിൽ -a എഴുതണം. അപ്പം വൈയുടെ കൂടെ +a ആണെങ്കിൽ എന്താ നമ്മൾ എഴുതാൻ പഠിച്ചേക്കണേ? +a എഴുതണം. ഇനി അവിടെ എക്സ് കറസ്പോണ്ടിങ് എന്ത് കൊടുക്കണം? 0 കൊടുക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് ഏതാ ആക്സിസാ? വൈ ആക്സിസ് അല്ലേ? ഇവിടെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഇത് ഏത് കോർഡിനേറ്റ്? ഇത് എക്സ് കോർഡിനേറ്റ്. അപ്പോൾ കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ എക്സ് തന്നെ അവിടെ 0 അല്ലേ? ഇവിടെ വൈ നമ്മൾ എ എടുത്തു കഴിഞ്ഞാൽ ഈ വൈ കോർഡിനേറ്റ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് അല്ലേ? അപ്പോൾ അതേ കറക്റ്റിൽ നിൽക്കിയ 0 - a.
അങ്ങനെ പറ്റില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കാം. ഇനി എയുടെ വാല്യൂ നമ്മൾ ചുമ്മാ കൊടുത്താൽ മതി. 0 എ എന്ന് പറഞ്ഞാൽ -1/16 കൊടുത്തു. നമ്മുടെ ആൻസർ ആയി, ഫോക്കസ് ആയി. ഇനി നമുക്ക് എന്തോടെ കണ്ടുപിടിക്കണം? ഡയറക്ട്രിക്സോടെ കണ്ടുപിടിക്കണം. ഇപ്പൊ ഫോക്കസ് ഇവിടെയാണ് കിടക്കണമെങ്കിൽ ഡയറക്ട്രിക്സ് ഓപ്പോസിറ്റ് സൈനല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇത് 0 - a ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? +a ആയിരിക്കും. അപ്പൊ നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇക്വേഷനകത്ത് y നോക്കണം. ഈ y ഈക്വൽ ടു ഇവിടെ -4 നോക്കരുത്, -a ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് +a. കാരണം ഇവിടെ 0 - a ആണ്, അതിന്റെ അപ്വേർഡ് ഡയറക്ഷനിലാണ് നമുക്ക് ഡയറക്ട്രിക്സ് തന്നെ. ഫോക്കസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവിടെ 0 - a ആണെങ്കിൽ ഇവിടെ y അല്ലേ a വരുന്നത്. അപ്പോൾ y ഈക്വൽ ടു a വരും. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ നമുക്ക് കിട്ടണം 1/16 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്ട്രിക്സ് കിട്ടണം y ഈക്വൽ ടു 1/16 ഉം ഫോക്കസ് കിട്ടണം 0 - 1/16 ആണ്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ചെയ്ത് പഠിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ക്ലാസ് ഓറയുടെ ഓൺലൈൻ ക്ലാസ്സിനകത്ത് 450ഓളം റെക്കോർഡഡ് വീഡിയോസും, അതായത് L1, L2, L3യും L4 എന്ന് പറയുന്ന ലൈവ് ക്ലാസ്സും ഉൾപ്പെടുന്ന ക്ലാസ്സുകളുടെ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ക്രിസ്മസ് എക്സാമിന് കോണിക് സെക്ഷനിൽ നിന്ന് ചോദിച്ച നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിനകത്ത് 2 പാർട്ടുണ്ടായിരുന്നു. ഒരു മാച്ച് ദ ഫോളോയിങ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സും. അതിനകത്ത് 8ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചേക്കണേ ഫോർ എസെൻട്രിസിറ്റി ഓഫ് എ പരാബോളയാണ് ചോദിച്ചേക്കണേ. അതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എസെൻട്രിസിറ്റി ഓഫ് പരാബോള എന്ന് പറയുന്നത് ഏതായിരിക്കും ആൻസർ? നമ്മൾ വളരെ ഡെഫിനിഷൻ തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു E ഈക്വൽ ടു 1 ആണ്. അപ്പം 4 ഓപ്ഷനിലുള്ള എന്താണെന്നും കൂടെ നമ്മൾ നോക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പരാബോളയുടെ E ഈക്വൽ ടു, ഇതൊന്നും നമ്മളൊന്ന് പഠിച്ചു വെക്കുക. പരാബോളയുടെ എന്താണ്? E ഈക്വൽ ടു 1. ദെൻ അടുത്ത് നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കാൻ നമുക്ക് ബാലൻസും കൂടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 0 ആണെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? സർക്കിൾ ആയിരിക്കും അല്ലേ, സർക്കിളാണ്. ദെൻ അടുത്ത രണ്ടാമത്തെ ബി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ സർക്കിളാണ്. ഇനി സി ഓപ്ഷൻ എന്ന് പറഞ്ഞ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ <1 ആണ്. ഈ <1 എന്ന് പറഞ്ഞാൽ എലിപ്സ് ആണ്. എലിപ്സ്. ഇനി അത് ഓർത്ത് വെച്ചാൽ മതി. സ്ക്വയർ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിനുണ്ട്. എലിപ്സിന്റെ ഇക്വേഷനകത്ത് എന്താ? സ്ക്വയർ പ്ലസ് അല്ലേ. അപ്പൊ അത് പ്ലസ് വന്നുകൊണ്ട് ലെസ് ഓർത്ത് വയ്ക്കാൻ വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്ത ഡി എന്ന് പറയുന്നത് ഈ <1 ആയിരിക്കും. അപ്പൊ ഏതായിരിക്കും? അത് ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോള. പരാബോള മാത്രം പഠിച്ചാൽ പോരാ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനും കൂടെ പഠിച്ചാലാണ് നമുക്ക് എക്സാമിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് എന്തായിരിക്കും നിങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കണം? ഈ 0 ആയിരിക്കും ചോദിക്കാം, ഈ <1 ചോദിക്കാം, ഈ <1 ചോദിക്കാം. അപ്പൊ ഈ 1 ആണെങ്കിൽ ഏതാണ്? പരാബോള. ഈ 0 ആണെങ്കിൽ സർക്കിള്, ഈ <1 ആണെങ്കിൽ എലിപ്സ്, ഈ <1 ആണെങ്കിൽ ഹൈപ്പർബോള. ഇത് 3ഉം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണിത്. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വലിയ ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര പാടാൻ നോക്കും. വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3x² - y² + x - 2y + 5. അത് ഏതിൻ്റെ ഇക്വേഷൻ ആയിരിക്കും? നമുക്കറിയാം ഈ സ്ക്വയർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതാ? നെഗറ്റീവാണ് വന്നേക്കണേ. സ്ക്വയർ ഡിഫറൻസ് നെഗറ്റീവ് വരുന്ന ഏത് പ്രോബ്ലം മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പർബോളയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് ഹൈപ്പർബോളയാണ്. ഫസ്റ്റ് 1 ആൻസർ. കാരണം എന്താണ്? ബ്രാക്കറ്റിനകത്ത് നമുക്ക് സ്ക്വയർ ഡിഫറൻസ് വരുന്ന s² / a² - y² / b² ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈ സ്ക്വയറിന്റെ ഡിഫറൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ അത് ഏതാണ് ആൻസർ? ഹൈപ്പർബോള. ഇനി സെക്കൻഡ് 1 നോക്കാം. s² + 3y² + 2x + y + 3 ഈക്വൽ ടു 0 ആണ്. ഇവിടെ സ്ക്വയർ ഡിഫറൻസ് ഏതാന്ന് നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ആണ് അല്ലേ. അപ്പൊ നമ്മുടെ ഫോർമുല ഏതാ? s² / a² + y² / b² ഈക്വൽ ടു 1 ആണ് വരുന്നത്. അപ്പൊ അത് ഏത് ഫോർമുലയാ? എലിപ്സ് ആണ്. അപ്പൊ 2ാമത്തേന്റെ ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എലിപ്സ് ആണ് 2ാമത്തേന്റെ ആൻസർ. ഇനി 3ാമത്തെ നോക്കാം. s²ന്റെയും y²ന്റെയും കോഎഫിഷ്യന്റ് സെയിം ആണല്ലേ. 3ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഈ s²ന്റെയും y²ന്റെയും കോഎഫിഷ്യന്റ് സെയിം ആണ്. അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് s² ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് y² വരുന്ന ഏതാ മക്കളെ ഫോർമുല? സർക്കിളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സർക്കിളാണ്. ഇനി 4ാമത്തെ നോക്കുക. ഒരു സ്ക്വയർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഒരു സ്ക്വയർ വരുന്ന എത്രയാണ്? ഇനിയിപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ. ഒരു സ്ക്വയർ വരുന്ന ഏതാണ്? പരാബോളയാണ് അല്ലേ. അപ്പൊ നമ്മൾ 4ാമത്തേന്റെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പരാബോളയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു സ്ക്വയർ only one സ്ക്വയർ മാത്രമേ ആ ഇക്വേഷനുള്ളൂ. only one സ്ക്വയർ.
1 സ്ക്വയർ ടേം, ഒരു സ്ക്വയറിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇവിടെ മൈനസ് വരുന്നതുകൊണ്ട് സ്ക്വയറിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് വന്ന ഹൈപ്പർബോള, സ്ക്വയറിൻ്റെ ഡിഫറൻസ് പ്ലസ് വന്ന എലിപ്സ്, സ്ക്വയറിൻ്റെ ഡിഫറൻസ് രണ്ടും ഈക്വലായി വന്ന അത് സർക്കിള്, ദെൻ ഒരു സ്ക്വയർ മാത്രം വന്ന അത് ഹൈപ്പർബോള. അപ്പോൾ നമ്മുടെ മാത്സ് ദ ഫോളോയിങ്ങിൻ്റെ ആൻസറായി.